പ്രിയപ്പെട്ടവരെ, വേനൽ ചൂട് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ ശല്യവും. പാമ്പുകടി ഏൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അതുപോലെ തന്നെ മരണവും സംഭവിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭയപ്പെടാതെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നീങ്ങുക എന്നുള്ളതാണ് പ്രധാനം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത്. വീടിൻ്റെ സമീപത്ത് വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കരിയില, കമ്പ് എന്നിവ എന്തായാലും വൃക്ഷച്ചുവട്ടിലുണ്ടാകും. കരിയിലകൾ വാരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കമ്പ് കൊണ്ട് നന്നായി അടിച്ച് കരിയിലകൾ ഇളക്കി ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കരിയിലകൾ വാരാവൂ. വേനൽക്കാലം പാമ്പുകളുടെ പ്രജനനകാലം കൂടിയാണ്. മൂർഖൻ, അണലി, ശംഖുവരയൻ ഈ 3 പാമ്പുകളും വളരെ അപകടകാരികളാണ്. മൂർഖൻ മുട്ടയിടാനും അണലി പ്രസവിക്കാനും സമയം തിരഞ്ഞെടുക്കുന്ന കാലയളവാണ് ഈ വേനൽക്കാലം. ശീതരക്തജീവികളായ പാമ്പുകൾക്ക് ചൂട് താങ്ങാൻ കഴിയില്ല. തണുപ്പ് കിട്ടുന്ന സ്ഥലം നോക്കി സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടം എവിടെയാണോ അവിടെ അവർ കയറും, കിടക്കും. അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഫുഡ് വേസ്റ്റുകൾ ഒരു കാരണവശാലും വലിച്ചെറിയരുത്. അവ കഴിക്കാനായി എലികളെത്തും. എലികളെ പിടിക്കാനായി പാമ്പുകളും എത്തിച്ചേരും. ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ജനലുകളും വാതിലുകളും തുറന്നിടുന്നത് സ്വാഭാവികമാണ്. ഒരു കാരണവശാലും ജനലുകളും വാതിലുകളും തുറന്നിടരുത്. ഇഴജന്തുക്കൾ തണുപ്പ് കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടേക്കവ കടന്നു കയറും. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കളിച്ചതിന് ശേഷം പുറത്ത് ഇട്ടിരിക്കും. നമ്മൾ അതിനെ എടുത്ത് വീടിനകത്ത് കൊണ്ടുവയ്ക്കും. ഈ കളിപ്പാട്ടത്തിനകത്തൊക്കെ പാമ്പുകൾ കയറിയിരിക്കാൻ ധാരാളം സാധ്യതകളാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കാൻ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും ഗ്ലൗസുകൾ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ചെരുപ്പെന്ന് പറയുന്നത് ഷൂസ് തന്നെ ഉപയോഗിക്കുക. ഷൂസും ഈ ഗ്ലൗസും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മറക്കരുത്. കരിയില കമ്പോസ്റ്റ് നല്ലൊരു വളമാണ്. നമ്മളത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പുറം പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്ന കൂട്ടുകാരായ എൻ്റെ പൂച്ചക്കുട്ടന്മാർ കണ്ടോ. ഇത്തരത്തിലുള്ള പൂച്ചക്കുട്ടന്മാരൊക്കെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നാൽ ഇഴജന്തുക്കൾ വരുമ്പോൾ ഒരു ഇലയനക്കം വന്നാൽ മതി, ഇവരെല്ലാം ഓടി പുറത്തിറങ്ങും. പക്ഷേ സൂക്ഷിക്കുകയും വേണം. ഈ പാമ്പിനെയൊക്കെ പിടിച്ച് വീടിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. കളിച്ചതിന് ശേഷം കടിച്ച് വീട്ടിനകത്തൊക്കെ കൊണ്ടുവരാം. അതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ പൂച്ചകൾ ഉണ്ടായിരുന്നാൽ വളരെ ഉപകാരമാണ്. ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നാൽ ഇവരെന്തായിരുന്നാലും അത് കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ എവിടെ പോയിരുന്നാലും പുറത്തിറങ്ങിയിരുന്നാലും ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ സുന്ദരനാണെങ്കിൽ വളരെ സാധുവാണ്. എന്ത് കാര്യം ഉണ്ടായിരുന്നാലും നമ്മളോടൊപ്പം നിൽക്കും. എൻ്റെ കൂടെ വന്ന് എല്ലാ ജോലികളും ചെയ്യുന്നത് ഇങ്ങനെ നോക്കി ഒരു കൂട്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ആളാണ് ഇത്. ഇതുപോലെ കെട്ടിവെച്ചിട്ടുള്ള ചാക്കുകൾ, ഇതുപോലുള്ള ടാർപോളിൻ പോലുള്ള കവറുകളൊക്കെ, ടാർപോളിൻ ഷീറ്റുകളൊക്കെ പുറത്ത് കിടപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ നേരിട്ട് അപ്പോൾ തന്നെ ഓടിച്ചെന്ന് കൈകൊണ്ട് എടുക്കരുത്. ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് തട്ടി നോക്കി ആ കമ്പ് ഉപയോഗിച്ച് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഹരിതകർമ്മ സേന വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ കൊടുക്കാൻ മറന്നു പോകരുത്. ചെടിച്ചട്ടികളുടെ ചുവടുകളും ഇത്തരത്തിൽ കമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്യണം. തണുപ്പ് കിട്ടുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെയാണ് ഈ പാമ്പുകൾ വന്ന് കിടക്കുക. നമ്മുടെ വീടിനോട് ചേർന്ന് ചെടിച്ചട്ടികൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ തണുപ്പുണ്ടാകും. അതുകൊണ്ട് പാമ്പുകൾ കിടക്കാനുള്ള സാധ്യത ഏറെയാണ്. ഗാർഡൻ പരിപാലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രീപ്പർ പോലുള്ള ചെടികൾ വീടിൻ്റെ മുകളിലേക്കൊക്കെ പടർത്തി വിട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലെല്ലാം പാമ്പ് കയറി വീടിനകത്തേക്ക് കയറാൻ സാധ്യതയാണ്. ഗ്യാസ് സിലിണ്ടർ, ഇത്തരം സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരക്കിനിടയിൽ ഷൂസൊക്കെ ഒന്ന് കുടയാൻ നമ്മൾ വിട്ടുപോകും, മറന്നു പോകരുത്. പുറത്ത് ഉണക്കാൻ വെച്ചിരുന്ന പാത്രങ്ങൾ അകത്തേക്ക് എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം.
മതിലുകളോട് ചേർന്നുള്ള ജനാലയുള്ള ഭാഗം ഒരു കാരണവശാലും വിറകുകൾ അടുക്കി വെക്കരുത്. അവിടെയുള്ള ജനലുകളും വാതിലുകളും ഒരു കാരണവശാലും തുറന്നിടരുത്. കർഷകരും പാടത്ത് പോകുമ്പോൾ ഉറപ്പായും അവർ ഷൂസ് ധരിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കാല് മറയുന്ന ചെരുപ്പ് ധരിക്കുക. അരകല്ല്, പുറത്തുപയോഗിക്കുന്ന കുളിമുറി, ഇവയുടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് അരിപ്പ പോലുള്ള റിങ് ഇട്ട് സൂക്ഷിക്കണം. അതല്ല എങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് അടച്ച് വെക്കണം. അടുക്കള ഭാഗം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം, നനവുള്ള ഭാഗം, ഇവിടെയെല്ലാം തണുപ്പ് തട്ടി കിടക്കാൻ വേണ്ടിയിട്ട് ഈ പാമ്പുകൾ വരും. രാവിലെ നമ്മൾ ഉണർന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയൊക്കെ വന്ന് തലേദിവസം ഉറങ്ങിയതിൻ്റെ ക്ഷീണത്തിൽ മയങ്ങി അവിടെയൊക്കെ ചിലപ്പോൾ കിടന്നേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചാണ് നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ കിടക്കുന്ന മുറി എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ബെഡ്ഷീറ്റ് കുടഞ്ഞ് വിരിക്കുക. കട്ടിൽ ഒന്ന് അനക്കി നോക്കുക. തലയണയും മാറ്റി നോക്കുക. ഏതെങ്കിലും സാഹചര്യത്താൽ പാമ്പ് കടി ഏൽക്കുകയാണ് എങ്കിൽ ആൻറ്റീവനം ഉള്ള ആശുപത്രിയിൽ എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. 1 മണിക്കൂറിനകത്ത് തന്നെ രോഗിയെ എത്തിക്കേണ്ടതാണ്. ഈ വേനൽക്കാലം കഴിഞ്ഞാൽ മഴക്കാലം വരികയാണ്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക. മഴക്കാലം വരുമ്പോൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ വരാനുള്ള സാധ്യതകളാണ്. അതിൻ്റെ എല്ലാം പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ കിച്ചൺ വേസ്റ്റുകളെല്ലാം കമ്പോസ്റ്റാക്കി മാറ്റുക. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. സന്തോഷത്തോടെ ടാറ്റാ.